നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണ് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രീദേവി കട്ടക്കലിപ്പോടുകൂടി ഉദയഭാനുവിന് നേരെ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നാണം ഉണ്ടോ അച്ഛാ അച്ഛൻ ഇവിടെ വന്ന് ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട്? ഉദയഭാനു പറഞ്ഞു, എന്റെ മോളെ എന്നോട് ക്ഷമിക്ക്, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ട എല്ലാം നിനക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ട് ഈ കള്ളക്കഥ കേൾക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുറെ നാളായി. ഇന്നും ഇന്നലെ അല്ല ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്, കുറെ കാലമായിട്ട് ഞാൻ കേൾക്കുന്ന. ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ? നിങ്ങളൊക്കെ കാരണം എന്റെ ജീവിതം നശിച്ചു പോയത്, എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ആനന്ദേട്ടൻ എന്നോട് നേരെ ചൊവ്വേ സംസാരിക്കാറില്ല. ആനന്ദേട്ടൻ ട്രിപ്പ് കഴിഞ്ഞ് വന്ന ഉടനെ എന്റെ ജീവിതത്തിനൊരു തീരുമാനമാവും. എന്റെ ജീവിതത്തിന് തിരശ്ശീല വീഴാൻ പോവുക. അതുപോലും കാണാതെ ഇപ്പോഴും പഴയ ഉടായ്പകളും പഴയ നമ്പറുകളൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു അച്ഛനാണ് പോലും. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോളെ മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഉദയഭാനുവിന് നേരെ കൈ ചൂണ്ടി, ഇറങ്ങിക്കോണം, ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അല്ല, ഞാൻ ഗോമതിയോടൊന്ന് യാത്ര പറഞ്ഞിട്ട് ഒരു ഗോമതിയോട് യാത്ര പറയണ്ട. ഇനി ഇവിടെ നിന്നാണ്ടല്ലോ അച്ഛനാന്നുള്ള പരിഗണന ഞാൻ തരത്തില്ല. നേരം വെളുക്കുമ്പോൾ ഇവിടെ കണ്ടേക്കല്ലെന്ന് പറഞ്ഞിട്ട് ശ്രീദേവി അകത്തേക്ക് കയറിപ്പോയി. ഉദയഭാനു ഇങ്ങനെ ആലോചിച്ചു, എന്താ ചെയ്യേണ്ടത്? തൽക്കാലത്തേക്ക് പോയേക്കാം, സാരമില്ല. ഇനി ദിവസങ്ങളുണ്ടല്ലോ. ഇനി ഞാൻ ഇങ്ങോട്ടേക്കൊരു വരവ് വരും. ആ വരുന്ന വരവില് ബാലന്റെ കയ്യിലിരിക്കുന്ന സ്വർണമായിട്ടോ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അങ്ങനെയൊന്നും പോകത്തില്ല എന്ന് കരുതിയിട്ട് ഉദയഭാനു അവിടുന്ന് തിരികെ പോയി. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ രാവിലെ എഴുന്നേറ്റു. നോയിക്കഴിയുമ്പോൾ ബാലിനെ ചുറ്റും കെട്ടിപ്പിടിച്ചോണ്ട് ആകാശും ആനന്ദും ആരനും എല്ലാരും കൂടെ കിടക്കുവാണ്. ഒരു നിമിഷം ബാലിൽ എല്ലാത്തിനും കുത്തി എഴുന്നേപ്പിച്ചു. എഴുന്നേക്കടാ, നീക്കെന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? നിനക്കൊക്കെ ഒരു മുറിയില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അല്ലാച്ച അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട, എഴുന്നേറ്റ് പോകാൻ നോക്കാൻ പറഞ്ഞു. ആകാശും ഹാരിനും ഒക്കെ ബാലിന്റെ മുഖത്ത് നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്. നീയൊക്കെ എന്താടാ ഇളിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല അച്ഛാന്ന് ആകാശ് പറഞ്ഞു. എടാ എങ്കിൽ പിന്നെ എഴുന്നേറ്റ് പോവാൻ നോക്ക്, ഇവിടെ മുറി കിടന്ന് ചിരിക്കാതെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാത്തിനെയും കൂടെ ഇറക്കി വിട്ടു. ഇവന്മാരെന്തിനായിരിക്കും എന്തോ ചിരിച്ചത്? ബാലൻ പോയി കണ്ണാടിക്കകത്ത് നോക്കിക്കഴിഞ്ഞപ്പോ ബാലൻ ഞെട്ടിപ്പോയി. തന്റെ മുഖത്തെന്താ ഇങ്ങനെ? പെട്ടെന്നാണ് ബാലിന്റെ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നേ. ബാലിന്റെ ഒരു ചെറിയ ചിരിയൊക്കെ വന്നു. ബാലൻ അവിടെ നിന്ന് ചിരിക്കുകയാണ്. അപ്പോഴേക്കും കഥക് പതുക്കെ തുറന്നിട്ട് പുറത്തുനിന്ന് ആകാശം ആരിനെയൊക്കെ ഈ കാഴ്ച കാണുവാണ്. എല്ലാരും കണ്ടു. അവര് വീണ്ടും ചിരിക്കുകയാണ്. എടാ നിന്നോടൊക്കെ അല്ല പോകാൻ പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് ബാലൻ വീണ്ടും തിരിഞ്ഞു. അപ്പോഴേക്കും അവന്മാരവിടെ നിന്ന് ഇറങ്ങി ഓടി. ഈ സമയത്ത് ശ്രീദേവിയുടെ അടുത്തേക്ക് ഗോമതി വന്നു. ഗോമതി വന്നിട്ട് പറഞ്ഞു, മോളെ ഈ ചായ കൊണ്ടേ ഉദയഭാനു സാറിന് കൊടുക്കാൻ പറഞ്ഞു. ശ്രീദേവി ഒന്നും മിണ്ടാതിരിക്കുക. എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തെ? എന്തേ ഉദയഭാനു സാറിനെ കണ്ടില്ലല്ലോ? രാവിലെ നടക്കാൻ മറ്റോ പോയെന്ന് ചോദിച്ചു. ഇല്ല. പിന്നെ എവിടെ പോയി? അല്ല അത് പിന്നെ എന്താ മോളെ? അത് അച്ഛൻ പോയിന്ന് പറഞ്ഞു. പോയെന്നോ? അതെന്താ പെട്ടെന്ന് പോയത്? ഒരു വാക്ക് പോലും പറയാതെ. അതച്ഛന് ഇത് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അച്ഛന് നേരത്തെ തന്നെ പോയെന്ന് പറഞ്ഞു. പിന്നെ കോമതി കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ പോയില്ല. ഈ സമയത്ത് കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാലിന് ഇങ്ങനെ കണ്ണാടിക്ക് വേണ്ടി നോക്കണം. അപ്പൊ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ബാലിന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകണം. ആകാശിനെ ആരിനെയൊക്കെ കെട്ടിപ്പിടിച്ചതും അവിടെ നമ്മളുടെ സംസാരം കാര്യങ്ങളൊക്കെ എന്ത് രസമായിരുന്നു. ഒരു രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തില് ഈ അടുത്ത കാലത്തെങ്ങ് ഇത്ര സുഖ സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്ന് ബാലിന് തോന്നി. കുറച്ച് പൈസ പോയെങ്കിൽ എന്താ, എല്ലാവരുടെയും സന്തോഷം അതല്ലേ പ്രധാനം. ഈ സമയം ആകാശും ആര്യനും ആനന്ദും ഒക്കെ മുറി കിടന്ന് ഫോണിനകത്ത് തലേ രാത്രി ആകാശ് പിടിച്ച വീഡിയോ കാണുവാണ്. ആ വീഡിയോ കൊണ്ടുകൊണ്ടിരുന്നപ്പം ആനന്ദ് പറഞ്ഞു, എന്തൊക്കെയാണ് എല്ലാരും കൂടെ കാണിച്ചു കൂട്ടിയത്? ആര്യം പറഞ്ഞു, സുന്ദരമായ കുറച്ച് നിമിഷങ്ങളൊക്കെ ആയിരുന്നു, ഒന്ന് നോക്കിയേ. നമ്മൾ തന്നെയാണോ ഇതെന്ന് ചോദിച്ചു. അത് ശരിയാ, എന്നാലും അച്ഛനെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അച്ഛനോടുള്ള എന്റെ സർവ്വ ദേഷ്യവും പോയെന്ന് ആകാശ് പറഞ്ഞു. അത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, ശരിയാ, അച്ഛന്റെ നെഞ്ചത്ത് തല വെച്ച് കിടന്നുറങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, എനിക്കും ഉണ്ടായിരുന്നു കുറെ ആഗ്രഹങ്ങൾ, അതൊക്കെ അങ്ങോട്ട് നിറവേറ്റിന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ വീഡിയോയ്ക്കകത്ത് ധർമ്മം പറയുന്നേ, അതെ ചമ്മന്തിയൊക്കെ തരാത്തതിന്റെ പേരില് ചേച്ചീനെ, അതായത് ഗോമതി ചേച്ചിയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് നല്ല ചെറുപ്പക്കാരി ഒരു പെൺകുട്ടിയെ അളിയൻ കല്യാണം കഴിക്കണമെന്ന്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, മാമൻ എന്തായി പറഞ്ഞേ? അമ്മയെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യമാ. എടാ ഇത് ഞാനല്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറയുവോ? ആനന്ദ് പറഞ്ഞു, ഇതെങ്ങാനും അമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ മാമനെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കില്ല. എടാ സത്യമായിട്ട് ഇത് ഞാനല്ല കേട്ടോ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, തെളിവ് സഹിതമല്ല ഇരിക്കുന്നേ, ഇനി മാമൻ പറഞ്ഞില്ല എന്നൊന്നും തർക്കിക്കേണ്ട. ആനന്ദ് പറഞ്ഞു, എന്നാലും ഇത്തിരി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് എന്റെ അമ്മയെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊണ്ടോന്ന് പറഞ്ഞല്ലോ, അച്ഛനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ, മാമനാള് കൊള്ളാന്ന് പറയാ. അപ്പോഴേക്കും
ധർമ്മം പറഞ്ഞു, എടാ മോനെ ആകാശേ, നീ ആ വീഡിയോ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തേരാ കേട്ടോ. എങ്ങാനും ഈ വീഡിയോ കണ്ട ചേച്ചി എന്റെ കാര്യം കഴിക്കൂന്ന് പറഞ്ഞു. ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല. എടാ സത്യം പറയടാ, നിനക്ക് നിന്റെ അച്ഛനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ലേ ഇത് വെച്ചിട്ട്? അതല്ല മാമ, ഇതൊരു സുന്ദരമായ നിമിഷമാണ്. ഇങ്ങനെ ഇനി ഒരു നിമിഷം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞു ഉണ്ടാവൂടാ, പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു ഓർമ്മയല്ലേ, ഇതെന്റെ ഫോണിനകത്ത് ഇരിക്കട്ടെ. ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണെന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാലോ എന്ന് പറഞ്ഞു. ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലൻ വന്നപ്പോൾ എല്ലാവരും ചാടി എഴുന്നേറ്റു. ബാലൻ വന്നിട്ട് പറഞ്ഞു, ഇന്ന് വിഷു അല്ലേ, അപ്പൊ പതിവ് പോലെ തന്നെ പതിവ് തെറ്റിക്കണ്ട, എല്ലാവർക്കും എൻ്റെ വക വിഷ് കൈനീട്ടം ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും നിരന്ന് നിന്നോളാൻ പറഞ്ഞു. ആദ്യം ധർമ്മൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അളിയന് 1 മിനിറ്റ് ഒന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞു. എന്താ? അങ്ങനെ ബാലൻ കണ്ണടച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു സൈഡിലേക്ക് ബാലനെ കൊണ്ടുപോയി. അവിടെ ഒരു വിഷുക്കണി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണ് തുറക്കാൻ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോൾ ബാലൻ ഞെട്ടിപ്പോയി. നിലവിളൊക്കെ കൊളുത്തി നല്ല അടിയൊരു വിഷുക്കണി ബാലിന് വേണ്ടിയിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു അവരുടെ. ബാലൻ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി. ബാലൻ പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, അച്ഛനുള്ള ഞങ്ങളുടെ സർപ്രൈസ് ഗിഫ്റ്റാന്ന് പറഞ്ഞു. ഒടുവിൽ ബാലന് വിഷുക്കൈനീട്ടം കൊടുക്കുകയാണ്. ധർമ്മൻ 500 രൂപ വിഷുക്കൈനീട്ടമായിട്ട് കിട്ടി. ധർമ്മൻ 500 രൂപയിലേക്ക് നോക്കി. അളി ഇനി ചെയ്ത കൊടും ചതിയാന്ന് പറഞ്ഞു. എന്താണ് ധർമ്മ? എല്ലാവർക്കും ഉള്ള പണം പൈസ എൻ്റെ കയ്യിലേക്ക് വിഷുക്കൈനീട്ടമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് ഇനി ചില്ലറ മാറി കൊടുക്കണ്ടേ? അത് ഭയങ്കര ചതിയല്ലേ ചെയ്തേന്ന് ചോദിച്ചു. എടാ, ഇതെല്ലാവർക്കും ഉള്ള അല്ല, പിന്നെയോ ഇത് നിനക്കുള്ള വിഷുക്കൈനീട്ടോ? എനിക്കോ? എന്റെ ദൈവമേ, അളിയന് ഇത് എന്തു പറ്റി? ലോകം അവസാനിക്കാൻ പോവുകയാണോ എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ പറഞ്ഞു. പിന്നീട് ആനന്ദിനും ആകാശിനും ആരിനും എല്ലാം 500 രൂപ വെച്ച് കൊടുത്തു. എല്ലാവർക്കും സന്തോഷമായി. അവർക്കൊക്കെ അത്ഭുതമായിരുന്നു ബാലന്റെ ഈ മാറ്റത്തില്. പിന്നീട് അവര് അവിടെയൊക്കെ ചുറ്റുകറന്ന് കാണാനായിട്ട് പോകുന്നുണ്ട്. പുറത്തു പോയി അവിടെയെല്ലാം അടിച്ചു പൊളിക്കുവാണ്. കാരണം ഇതിനു മുമ്പ് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അവരുടെ ജീവിതത്തിൽ. സന്തോഷമായ കുറച്ച് നിമിഷങ്ങളായിരുന്നു. അങ്ങനെ കിട്ടിയ സമയം മാക്സിമം അവർ എൻജോയ് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോമതി തുണിയൊക്കെ മടക്കേണ്ടി മുറിയിലിരിക്കുന്ന സമയത്താണ് പുറത്തൊരു കാറ് വന്നിരുന്നേ. ബാലണ്ണൊക്കെയാണോ വന്നേ എന്നൊക്കെ ഓർത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ അങ്ങോട്ട് കയറി വന്ന് മുറിയിലേക്ക്. ഗോമതി മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, ഇതെന്താ ഗോമതി മുഖത്തൊരു സന്തോഷമില്ലാതെ? ഇങ്ങനെയാണോ സ്വീകരിക്കണമെന്ന് ചോദിച്ചു. സ്വീകരിക്കാനായിട്ടോ? ഞങ്ങളെ കൂട്ടാക്കാതെ പോയതല്ലേ, അതുകൊണ്ട് സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴും ബാലന്റെ കണ്ണേൽ ആ കണ്ണട ഉണ്ടായിരുന്നു, കറുത്ത ആ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നു. ഗോമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ബാല കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഒരു അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഗോമതി ചോദിച്ചു, അല്ല ബാലേട്ടാ, ഈ കൂളിംഗ് ഗ്ലാസ് ആര് എന്നാ സത്യം പറയാന്ന് പറഞ്ഞു. അതോ, അതിപ്പോ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു, ഇതാര് തന്നാ എനിക്കറിയണം, ഇപ്പോഴറിയണം എന്ന് പറഞ്ഞു ഗോമതി ബഹളം വെക്കുവാണ്. അത് കേട്ടപ്പം ബാലൻ പറഞ്ഞു, പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണ് ഞാൻ രാമേട്ടനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു രാമേട്ടനെ വിളിക്കുവാണ്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, രാമേണ്ണനെ വിളിച്ചിട്ട് കാര്യമില്ല, രാമേണ്ണ അറിയില്ല എന്ന് പറഞ്ഞു. അറിയത്തില്ലാന്നോ? അതെ. എടോ, താനിന്ന് സമാധാനമായിട്ടിരിക്കുക. വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ മക്കളുടെയൊക്കെ അടുത്ത് പോയി പറഞ്ഞത് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കാനൊന്നുമില്ല, ഇത് തന്നൊരു പെൺകുട്ടിയാന്ന് പറഞ്ഞു. പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? ദൈവമേ, അവൾ എന്റെ കുടുംബം നശിപ്പിച്ചില്ലേ, അവളെ ഞാൻ വെറുതെ വിടത്തില്ല. സത്യം പറ, ഏത് പെൺകുട്ടിയാന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. ബാലൻ പറഞ്ഞു, ഗോമതി, നിനക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? എന്ത്? പണ്ട് സ്ഫടിക സിനിമ നീ കാണണമെന്ന് പറഞ്ഞേ. ഓർമ്മയുണ്ട്. അല്ല, അന്ന് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ നീ പറഞ്ഞില്ലേ ഇതുപോലെ ഒരു റിബൺ ഗ്ലാസും വെച്ച് മോഹൻലാൽ പോകുന്ന പോലെ എന്റെ ബാലേട്ടനും പോണമെന്ന് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി ഒരു ഞെട്ടലോടിയോടി ബാലിനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി കഥയായിട്ട് വൈകുന്നേരത്തെ വിശേഷത്തിൽ വരാട്ടോ. ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന